പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശു പറ. ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശു പറ. നന്ദി കൊണ്ടെന്റെ ഉള്ളം നന്ദി നിറയുന്നേ. സന്നാഹമോടെ സ്തുതി പാടിടുന്നേ. ദേവസന്നാഹമോടെ സ്തുതി പാടിടുന്നേ. സർവശക്തനും സർവത്തെയും സൃഷ്ടിയെ പരിപാലിക്കുന്നവനുമായ സർവേശ്വര, ഈ പ്രഭാത സമയത്ത് നിന്റെ മക്കളായ ഞങ്ങൾ അങ്ങയുടെ പുനഃദുർഭാഗ്യങ്ങൾ അടുത്തു വന്ന് നിന്റെ കരുണയ്ക്കും കൃപയ്ക്കും വേണ്ടി യാചിക്കുന്നു. ഇന്നത്തെ പ്രഭാതം ഞങ്ങൾ വീണ്ടും ആരംഭിക്കുകയാണ്. ഒരു പുതിയ പ്രഭാതത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്തു. ഒത്തിരിയേറെ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും ഞങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടിയിരിക്കുന്നു. അവയെ അഭിമുഖീകരിക്കുവാൻ നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. സുഖിയൻ മാളികയിൽ പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധാത്മാവിനെ നൽകിയ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ പ്രിയ മക്കളായ ഞങ്ങൾ ഓരോരുത്തരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങൾ അങ്ങയുടെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് 5-ാം സങ്കീർത്തനം ചിന്തിക്കുന്ന ഈ സമയത്ത് നിന്റെ കൃപ ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണമേ. കർത്താവിനാൽ അനുഗ്രഹീതരെ, 4ഉം 5ഉം സങ്കീർത്തനങ്ങൾ ഒരേ വള്ളിയിൽ വിരുന്നതായ 2 പൂക്കൾ പോലെയാണ്. ഒരു ഞെട്ടിൽ 2 പൂക്കൾ എന്ന് വേണം ഇടുന്ന ഈ ഭക്തിഗാന പ്രസൂനങ്ങളിൽ ഒന്നാമത്തേത് സന്ധ്യാനിവേദനമാണെങ്കിൽ രണ്ടാമത്തേത് പ്രഭാത പ്രാർത്ഥനയാണ്. അവിടെ നാം കാണുന്നു, കള്ളമായ തെറ്റുകുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടും ക്രൂരന്മാരായ ശത്രുക്കളാൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്ന ദാവീദ് പ്രാർത്ഥനയോടും യാഗത്തോടും കൂടി ദൈവസഹായത്തിനു വേണ്ടി അപേക്ഷിക്കുന്നു. ഈ സങ്കീർത്തനത്തിൻ്റെ പ്രധാന വിഷയം അതാണ്. വീണ്ടും നാം നോക്കുമ്പോൾ ധ്യാനം, അപേക്ഷ, സങ്കടയാചന, പ്രാർത്ഥന, കാത്തിരിപ്പ് എന്നും ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ ചെവി തരണമേ, ശ്രദ്ധിക്കണമേ, കേൾക്കണമേ എന്നുള്ള വാക്കുകളും കൊണ്ട് നമുക്ക് ഈ സങ്കീർത്തനത്തെ വിവരിക്കാം. കർത്താഗ്രഹീതരെ, ധ്യാനത്തിന് പ്രാധാന്യം നൽകുന്ന ഈ സങ്കീർത്തനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വർഷത്തെ കുഞ്ഞുങ്ങളുടെ യുവന പ്രസ്ഥാനത്തിന് ചിന്താവിഷയമായ മൗനത്തിൻ്റെ സൗന്ദര്യം പ്രാധാന്യം അറിയിക്കുന്നു. മൗനത്തോട് ദൈവസന്നിധാനത്തിങ്കിൽ അടുത്ത് ചെന്ന് ദൈവത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കും വേണ്ടി നമ്മൾ യാചിക്കണം. അവൻ നമുക്ക് സർവ്വത്തിനും മതിവനായുള്ള ബോധ്യം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. മഹാകവിയായ വള്ളത്തോൾ ഇപ്രകാരം പറയുന്നു: ധ്യാനം കൊണ്ട് ആത്മാവിൽ കണ്ടുകൊണ്ട് ആനന്ദ ലീലനായ കന്യാപുത്രനെ നമ്മുടെ മനോഹരത്തിൽ ധ്യാനിച്ച് നമുക്ക് ആനന്ദം അനുഭവിക്കാം. നമുക്കൊത്തിരിയും പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നേക്കാം. അവയെല്ലാം അതിജീവിക്കുവാൻ തക്ക കരുത്ത് സർവശക്തനായ ദൈവത്തിലുണ്ട്. ഈ സങ്കീർത്തനം അവസാനിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അവിടെ പറയുന്നു 12ാം വാക്യത്തിൽ, യഹോവേ നീ നീതിമാൻ, പരിചയമുണ്ടെന്ന പോലെ നീ ദൈവമുണ്ട്, അവൻ മറിക്കും. അതേ ആശ്വാസത്തിൻ്റെ, സമാധാനത്തിൻ്റെ, എല്ലാ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ആ ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സങ്കീർത്തനക്കാരൻ പാടുന്ന പോലെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും.